സഖാവ് റഹീമിനെ പോലത്തെ നേതാക്കന്മാരെ വർത്താനം കേട്ടിട്ട് സമരത്തിനോ പ്രക്ഷോഭത്തിനൊക്കെ ഇറങ്ങിയാണ്ടല്ലോ നിങ്ങളെ പുറം പൊളിയും നിങ്ങളെ കുടുംബം വഴിയാധാരാവും. വേറെ വർത്താനമില്ല. ഇത്ര നേതാക്കളൊക്കെ കാര്യം വരുമ്പോൾ വല്ല വേക്കോട്ട് വലിയേ ഇവർ ഭയങ്കര പ്രസംഗം. എന്താ അവരെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ തീപ്പന്താവണം. ഭരണമല്ല നമ്മളെ ശക്തി, ഈ കൊടിയാണ് ശക്തി. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കയറി ചെല്ല, ആരെയും ആക്രമിക്കുക, അങ്ങനെയൊക്കെയാണ് പ്രസംഗിച്ചിട്ട് ഇവർ വല്ലെന്ത് ചെയ്യും? ബാക്കൂടി ഇറങ്ങിയിട്ട് AC റൂം പോയി കിടന്നുറങ്ങും. പാവം പ്രവർത്തകർ ഇവിടെ തെരുവിൽ അടിവാങ്ങാണ്. ഇവർ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഇവരെ മേലിൽ കൊലപാതകമടക്കം രാജ്യദ്രോഹമടക്കം കുറ്റം ചുമത്തി ജയിലടക്കാനുള്ള പ്ലാനിങ്ങും ഇവിടുത്തെ പോലീസ് അടക്കമുള്ള നിയമപാലകർ ചെയ്യാണ്. ഇതിനൊക്കെ വഴി വെച്ചത് നേതാക്കളാണ്. ആദ്യം ഈ പിടിക്കപ്പെടേണ്ടത് ഈ നേതാക്കൾ തന്നെയാണ്. പാർട്ടി പ്രവർത്തനം ഒരു അടിമ പ്രവർത്തനം ആവരുത്. നേതാക്കൾ പറയുന്ന എല്ലാത്തിനും തുള്ളാൻ അണികൾ നിൽക്കരുത്. ചിന്തിച്ചും ആലോചിച്ചും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ന്യായം ഉണ്ടോ എന്ന് എല്ലാവരും നോക്കണം. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേതാക്കളെ ഒരു ദൈവങ്ങളായി കൊണ്ടുനടന്നിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ആ ചിന്ത ഒഴിവാക്കിയിട്ട് അതൊരു തീവ്രതയാണല്ലോ, അതൊരു തീവ്രവാദ പ്രവർത്തനമാണല്ലോ. അങ്ങനെ പാടില്ലല്ലോ. നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇപ്പോൾ കേരളത്തിൽ UDFും LDFും ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരത് ചെയ്യുന്നത്? ആരത് മാറ്റേണ്ടത്? ഈ പാർട്ടി പ്രവർത്തകരല്ല മാറ്റുന്നത്. ഇത് രണ്ടിൽ നിന്നും ആർക്കും പണയം വെക്കാത്ത, ബുദ്ധി പണയം വെക്കാത്ത ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്. അവരാണ് ഈ ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും പിണറായിക്ക് തുടർഭരണം കൊടുത്തതും 10 കൊല്ലം കഴിഞ്ഞിട്ട് പിണറായി ചവിട്ടി പുറത്താക്കിയതൊക്കെ ഇവരാണ്, അല്ലാതെ പാർട്ടി പ്രവർത്തനമല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഒത്തുകൂടിയ ആളുകളൊക്കെ പാർട്ടി പ്രവർത്തകരാണ്. അവർ CPMനെ വോട്ട് ചെയ്യുള്ളൂ. അതേപോലെ കോൺഗ്രസിന് എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും സമരങ്ങളോ മറ്റോ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UDFിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ കൂടുന്ന ആളുകൾ അതിൻ്റെ ആളുകളാണ്. അവരൊന്നും പാർട്ടിയെ അല്ലെങ്കിൽ ഇവിടെ ഭരണത്തെ മാറ്റാനോ മറിക്കാനോ കഴിവ് അവർക്കുണ്ടാവില്ല. ആരാ മറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി പണയം വെക്കാത്ത, തീവ്ര സ്വഭാവമില്ലാത്ത, നിഷ്പക്ഷമതികളായ, എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ചിന്തിച്ച് ആലോചിച്ചും കണ്ടറിഞ്ഞും ചെയ്യുന്ന ആളുകൾ അവർ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനം അടിമപ്രവർത്തനം അല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ED റെയ്ഡുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിക്കും UDFിനൊക്കെ ഇപ്പോൾ ഭയങ്കര കുറ്റമാണ്. കാരണം അവരാണ് ഇതിൻ്റെ ആളുകൾ എന്നാണ് ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതിൻ്റെ ആളുകളൊക്കെ പറയുന്നത്. അത് കാര്യമില്ല. നമ്മളെന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ മറ്റു ആളുകളെ ചാരുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായിട്ട് പറയും ചെയ്തു. ഞാൻ മോഡിയെ കാണാൻ പോയി, കാരണം ഞാൻ കേരള മുഖ്യമന്ത്രിയാണല്ലോ. ആ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ഇതേപോലെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ മുന്നിലുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ആളുകളെ പോയി കണ്ട് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കലും ചർച്ചയിലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പോയത് പിണറായിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ വേണ്ടി പറഞ്ഞാണെന്നുള്ളത് അത് എങ്ങനെയാണ് ഇവർ പറയുന്നത്? അത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ED റെയ്ഡും ഇവരാരോപിക്കുന്ന VD ED മോഡി ഈ ആരോപണം അത് കൃത്യമാണോ എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും കൃത്യമായി കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അവർ ഇത് കൃത്യമായി ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആ പറഞ്ഞ വിഭാഗം എന്താണോ ജഡ്ജ് ചെയ്യുന്നത് അതായിരിക്കും അതിന് കൃത്യമായ വശം. ഏതായിരുന്നാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാവരും തയ്യാറാവണം. അത് ഏത് പാർട്ടിയാണെങ്കിലും വലതാണെങ്കിലും ഇടതാണെങ്കിലും അതിന് എല്ലാവരും തയ്യാറാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം.